പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ചു. പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. NDAയുടെ യോഗം ചേരുകയാണ്. NDA യോഗത്തിൽ പങ്കെടുക്കാൻ ചന്ദ്രബാബു നായിഡു ദില്ലിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നിതീഷ് കുമാറും ദില്ലിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നിതീഷ് കുമാർ ദില്ലിയിലേക്ക് പോകുമ്പോൾ കൂടെ തേജസ്വി യാദവ് കൂടി ഉണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുക എന്നറിയില്ല. ചർച്ചകൾ വിമാനത്തിൽ വെച്ച് നടന്നിട്ടുണ്ടോ? നിതീഷ് കുമാർ തിരിച്ച് ഇന്ത്യ സഖ്യത്തിലേക്ക് വരികയാണോ തുടങ്ങിയ ചർച്ചകളൊക്കെ കേൾക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നിതീഷ് കുമാർ വരികയാണെങ്കിൽ പിന്തുണക്കുമെന്ന് മമതാ ബാനർജി പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാം ഒന്ന് കലങ്ങി മറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴാണ് ചന്ദ്രബാബു നായിഡു മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ പറയുന്നത്. അത് ആദ്യം നമുക്ക് കേൾക്കാം. No, don't bother. No, hear me, I say. You are very loud. You want news, always. I am also experienced. I have seen so many political changes in this country. We are in NDA. I am going for NDA meeting. In course of time, anything, we will report to you. Thank you. ചന്ദ്രബാബു നായിഡു പറയുന്നത്, ഞാനിപ്പോൾ NDAയുടെ ഭാഗമാണ്. NDA യോഗത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് അതുവരെ പല വാർത്തകളും കൊടുക്കാം. എന്താണ് സംഭവിക്കുക എന്ന് അതിനുശേഷം പറയും. ഇന്ത്യയിൽ പല രാഷ്ട്രീയ നീക്കങ്ങളും നടന്നിട്ടുണ്ട്. അതെല്ലാം കണ്ട പരിചയമുള്ള ആളാണ്. ചിലപ്പോൾ ചില നീക്കങ്ങൾക്ക് ഒന്നിച്ച് നിന്ന ആളാണ് ഞാൻ എന്നുകൂടി മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ട് ചന്ദ്രബാബു നായിഡു. അദ്ദേഹത്തിന് പറയാമായിരുന്നു, ഞാൻ NDA യോഗത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്, നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാകും, അല്ലെങ്കിൽ BJP ആരെയാണോ പ്രധാനമന്ത്രിയാക്കുന്നത് അവരെ പിന്തുണക്കും എന്ന് ഉറപ്പിച്ച് മാധ്യമങ്ങളോട് പറയാമായിരുന്നു ചന്ദ്രബാബു നായിഡുവിന്. പക്ഷേ അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഒരുപാട് രാഷ്ട്രീയ നീക്കങ്ങൾ കണ്ട ആളാണ്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്തത്. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് ഏതാണ്ട് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. കാരണം അദ്ദേഹം ചില നിബന്ധനകൾ മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായത് ആഭ്യന്തര വകുപ്പ് മന്ത്രിസ്ഥാനം TDPക്ക് നൽകണം എന്നാണ്. ആഭ്യന്തരമന്ത്രി ആരാണ്? അമിത്ഷായാണ്. ആഭ്യന്തരമന്ത്രി BJPയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ പദവിയാണ്. കാരണം ഏകീകൃത സിവിൽ കോഡ് പോലെയുള്ള നിയമങ്ങൾ കൊണ്ടുവരണമെങ്കിൽ, രാജ്യത്തെ കയ്യിൽ പിടിയിൽ ഒതുക്കണമെങ്കിൽ, അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടണമെങ്കിൽ എല്ലാം ആഭ്യന്തര വകുപ്പ് അത്യന്താപേക്ഷിതമാണ്. അമിത്ഷായാണ് കാര്യങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നു. അങ്ങനെ വളരെ നിർണായകമായ ഒരു പദവിയാണ് ആഭ്യന്തര വകുപ്പ് പദവി എന്ന കാര്യത്തിൽ സംശയമേയില്ല. അത് എന്തിനാണ് നരേന്ദ്രമോദിയോട് ചന്ദ്രബാബു നായിഡു ചോദിക്കുന്നത്? അത് തലസ്ഥാനത്തെ YSR കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ ജഗൻമോഹൻ റെഡ്ഡിയെ ഒന്ന് കൊടുക്കണം, പിടിക്കണം. ജഗൻമോഹൻ റെഡ്ഡി ഏതായാലും പുറത്തേക്കാണ്. ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേക്കും. സത്യപ്രതിജ്ഞ അടുത്ത് തന്നെ ഉണ്ടാകും. വൻ ഭൂരിപക്ഷമാണ് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത്. അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ട തീയതി മാത്രമേ, സമയം മാത്രമേ ഇനി തീരുമാനിക്കാനുള്ളൂ. ഏതായാലും NDA യോഗത്തിന് ശേഷം അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുകയും ചെയ്യും. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്, ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന, ചിലപ്പോൾ ഇന്നോ നാളെയുമായി അദ്ദേഹം രാജിവെക്കേണ്ടി വരും, അദ്ദേഹത്തെ ഒന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണം എന്നത് അദ്ദേഹത്തിന്റെ വാശിയാണ്. ആ വാശി നടപ്പാക്കാൻ വേണ്ടി മാത്രമാണ്, പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നത് TDP. അദ്ദേഹം മറ്റൊരു ആവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആവശ്യം പാർലമെന്റിലെ സ്പീക്കർ സ്ഥാനം നൽകണമെന്നാണ്. അത് വളരെ സുപ്രധാനമായ പദവിയാണ്. BJP രാഷ്ട്രീയ കളികളെല്ലാം കളിക്കുന്നത് സ്പീക്കർ പദവി ഉപയോഗപ്പെടുത്തിയിട്ടാണ്. ചെറിയ പാർട്ടികളെ പിളർത്തുക, വലിയ പാർട്ടികളെയും പിളർത്തുക, അങ്ങനെ പിളർന്നു പോകുന്ന ഗ്രൂപ്പിന് അംഗീകാരം നൽകുക, അവർക്കെതിരെ നടപടി എടുക്കാതിരിക്കുക, കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നടപടി എടുക്കാവുന്നതാണ്. അങ്ങനെ നടപടി എടുക്കാതെ അവരെ സംരക്ഷിക്കുക, അങ്ങനെ അവരെ BJP പാളയത്തിലേക്ക് എത്തിക്കുക. ഈ നീക്കങ്ങൾ മുഴുവൻ നടത്തുന്നത് സ്പീക്കറെ മുന്നിൽ നിർത്തിയാണ്. അതുകൊണ്ട് സ്പീക്കർ പദവി BJPയുടെ കയ്യിലാണെങ്കിൽ TDPയെ തന്നെ ചിലപ്പോൾ നാളെ BJP പിളർത്തിയേക്കും. അതുകൊണ്ട് അത് നടക്കേണ്ട. അത്തരമൊരു ഇടപെടൽ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാൻ സ്പീക്കർ പദവി വേണം എന്നതാണ് TDPയുടെ ആവശ്യം. അതോടൊപ്പം തന്നെ BJP കൊണ്ടുവരുന്ന ബില്ലുകളുണ്ട്. ആ ബില്ലുകളൊക്കെ ശബ്ദ വോട്ടോടെ അംഗീകരിക്കും. അതാണ് സ്പീക്കറുടെ മറ്റൊരു ഇടപെടൽ. ശബ്ദ വോട്ടോടെ എല്ലാ ബില്ലുകളും അംഗീകരിച്ച് സർക്കാരിനെ സഹായിക്കുക എന്നതാണ്. ആ നടപടിയും ഇനി വേണ്ട. ബില്ലുകൾ അവതരിപ്പിച്ചാൽ കൃത്യമായ ചർച്ച നടക്കണം. ചർച്ചയ്ക്ക് ശേഷം വോട്ടിലിടണം. വോട്ടിലിട്ട് മാത്രമേ പാസ്സാകുമോ ഇല്ലയോ എന്ന് നോക്കേണ്ടതുള്ളൂ. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകണമെങ്കിൽ
സ്പീക്കർ പദവി കൊണ്ടുവരണം, അതല്ലെങ്കിൽ പല നിയമങ്ങളും എന്ന് വെച്ചാൽ തെലുങ്ക് ദേശം പാർട്ടിക്ക് പോലും യോജിക്കാൻ പറ്റാത്ത നിയമങ്ങൾ ചുട്ടെടുത്തേക്കാം ചിലപ്പോൾ പാർലമെന്റ്. അതാണ് ഇപ്പോൾ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് എന്നൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതിന് സ്പീക്കർ എന്തൊക്കെ സഹായം ചെയ്തു കൊടുത്തു എന്നതൊക്കെ നമ്മുടെ മുന്നിൽ ചരിത്രമായി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി അത് പാടില്ല എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ചന്ദ്രബാബു നായിഡു സ്പീക്കർ പദവി ആവശ്യപ്പെടുന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രിസ്ഥാനവും സ്പീക്കർ പദവിയും കൊടുക്കുമോ BJP? ഒരിക്കലും കൊടുക്കാൻ സാധ്യത ഇല്ല, വളരെ വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ NDAയോടൊപ്പം നിൽക്കാൻ തയ്യാറാകുമോ ചന്ദ്രബാബു നായിഡു എന്ന ചോദ്യവും ഉയർന്നുണ്ട്. അതിനിടെയാണ് ചന്ദ്രബാബു നായിഡുവിനെ പല നേതാക്കളും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷ നേതാക്കൾ, പ്രധാനപ്പെട്ട ഒരു ഇടതുപക്ഷ നേതാവ് വിളിച്ചു സംസാരിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശരത് പവാർ ഇടപെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. ശരത് പവാറും ഉദ്ധവ് താക്കറെയുമായി അടുത്ത ബന്ധം പുറത്തു നേതാവാണ് ചന്ദ്രബാബു നായിഡു. ഉദ്ധവ് താക്കറെ ചന്ദ്രബാബു നായിഡുവിനെ കണ്ടു സംസാരിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. എല്ലാവരും പറഞ്ഞത് ഇന്ത്യയുടെ ഭാവി നിൽക്കുന്നത് താങ്കളുടെ കയ്യിലാണ്, താങ്കൾ തീരുമാനിക്കുക എന്തു വേണം എന്ന്. അതാണ് അദ്ദേഹത്തോട് പറഞ്ഞ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് നൽകിയ സന്ദേശം. അതിൻ്റെ ഉദ്ദേശം, അതല്ലെങ്കിൽ അതിൻ്റെ കാമ്പ് എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നേതാവ് ഒന്നുമല്ല ചന്ദ്രബാബു നായിഡു. എത്രയോ കാലം രാഷ്ട്രീയത്തിൽ നിന്ന് എല്ലാ കളികളും കളിച്ച് വളർന്നു വന്ന ആളാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ സന്ദേശത്തിൻ്റെ കാമ്പ്, അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അപ്പോഴാണ് നിതീഷ് കുമാറിൻ്റെ ഇടപെടൽ നടക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നരേന്ദ്രമോദി രാജിവെച്ചിരിക്കുന്നു. ആ നരേന്ദ്രമോദിക്ക് വീണ്ടും പ്രധാനമന്ത്രിയായി തിരിച്ചു വരാൻ കഴിയുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ രാഷ്ട്രപതിക്ക് നൽകിയാൽ ആ മുന്നണിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുകയും ചെയ്യാം രാഷ്ട്രപതിക്ക്. ഏതായാലും എന്താണ് നടക്കുക എന്നറിയില്ല. രാഷ്ട്രപതി BJPയെ തന്നെ വിളിക്കുമോ അതല്ല മുന്നണിയെ വിളിക്കുമോ എന്നതൊക്കെ ഇനിയും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതിനിടയിൽ വളരെ ധൃതി പിടിച്ച് സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് നരേന്ദ്രമോദിയും BJP നേതാക്കളും. അതിന് രാഷ്ട്രപതി അനുമതി നൽകുമോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. ചടുലമായ നീക്കങ്ങളാണ് നടക്കുന്നത്. വീണ്ടും ഒരു NDA സർക്കാർ അത് വരുമോ എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നുണ്ട്.